ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ പെട്ടെന്ന് നിങ്ങൾ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളോട് സംസാരിക്കാതെയായി, നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് തരുന്നില്ല, നിങ്ങളോട് ചിരിക്കുന്നില്ല, നിങ്ങൾ പറയുന്ന ഒന്നിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആൻഡ് യു ഡോണ്ട് നോ എക്സാക്ട്ലി എന്താ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്നറിയില്ല, ആളിനെ എപ്പോൾ നിങ്ങളോട് സംസാരിക്കും എന്നറിയില്ല. ഹൗ വിൽ യു ഫീൽ? യു വിൽ ബി കൺഫ്യൂസ്ഡ്, ഹേർട്ട് ആൻഡ് ആൻഷ്യസ്. ഇതേ സെയിം ഫീലിങ്സ് ആണ് നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പം അവരോട് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം അവർക്ക് ഫീൽ ചെയ്യുന്നത്. ചില പാരൻസ് വന്ന് പറയാറുണ്ട്, ഞാൻ വളരെ കാമായിട്ടുള്ളൊരു പാരൻ്റാണ്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അവരെ അടിക്കാറോ അല്ലെങ്കിൽ ഉപദ്രവിക്കാറോ ഇല്ല, ഞാൻ അവരെ മൈൻഡ് ചെയ്യില്ല, കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കും. അവർ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് എന്നോട് സോറി പറയും, ഞാനിത് ചെയ്യില്ല എന്നുള്ളത് അവർ പറയും എന്ന് വളരെ പ്രൗഡായിട്ട് പറയുന്ന പാരൻസ് ഉണ്ട്. ബട്ട് അണ്ടർസ്റ്റാൻഡ്, ഈ സോറി ഡസൻ മീൻ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം ഇല്ലാണ്ടായിട്ടുണ്ട്, അവർക്ക് ആ ഒരു സ്നേഹം തിരിച്ചു വേണം, അതിന് അവരെന്തും ചെയ്യും. സോ ഇത്തരത്തിലുള്ള സൈലന്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്ന റിഫ്ലക്ഷൻ അല്ല, ആൻസൈറ്റിയാണ്, ഫിയർ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവരോട് സംസാരിക്കേണ്ട, ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കണം, ഒന്ന് കാമായതിൻ്റെ ശേഷം സംസാരിച്ചാൽ മതിയെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ബട്ട് ടെൽ ദം വൈ. സൈലൻസ് വിത്തൗട്ട് വേർഡ്സ് ക്യാൻ ഫീൽ ലൈക്ക് ഡിസ്റ്റൻസ്. എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാം. ആൻഡ് നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ, ഒരിക്കലും ദേഷ്യം സ്നേഹത്തിനെ മായ്ച്ചു കളയില്ലെന്ന്. അപ്പോൾ സൈലൻസ് ടൂളാക്കുന്ന ഒരു പാരന്റിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഹാപ്പി പാരന്റിങ്.